والصلاة والسلام على وعلى آله وصحبه. قال رسول الله صلى الله عليه وسلم إنما تنصرف حديث طويل قال صلى الله عليه وسلم أو كما قال വിശുദ്ധ സഹോദരങ്ങളെ, ഇന്നത്തെ ഒരു സംഭവത്തെ ഒരു തുറക്കുപാടാക്കിയുള്ളത് കൂടി മനസ്സിലാക്കണം. കീനാശന്റെ പലരിൽ നടന്ന് വളരെ ശാന്തി രീതിയിൽ നടന്ന് റസൂൽ ആരെയും ഗംഭീരാക്കാത്ത രീതിയിൽ നടന്നു. ഒരു രക്ഷണമാർഗമായ നിലയിൽ നടന്നത് ബദർ കഴിഞ്ഞ് ഒരേ ടൈമിൽ അള്ളാഹ് റസൂൽ മക്ക ഫത്തഹിന്റെ യോജനയ്ക്ക് വേണ്ടി മക്ക ഫത്തഹിൽ കൂടി ഒന്ന് നടത്തണം. മക്കത്താണ് കൊള്ളണമല്ല. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരമ്പര നമുക്ക് ഇസ്ലാമിയത്തിൽ അത് പറഞ്ഞു. അവിടെ ഉള്ളത് സംരക്ഷണം നൽകും. അവിടെ കാഫർ ഇവിടെ പോന്നിട്ടുള്ളത് അങ്ങനെ ജാലങ്ങളെ ഇന്ത്യ ഞങ്ങളുടെ വാരിസ് കാരണം അവിടുത്തെ വിഭാഗത്ത് അവിടുത്തെ ശുദ്ധീകരണം അത് ഞങ്ങൾ അതുകൊണ്ട് ഒന്നുകൂടി ഞങ്ങൾ ഇരട്ടി പോയിട്ട് യോജനിക്കുമ്പോൾ ഒരു പെണ്ണിങ് സ്പീഡ് പിന്നെ അധികം ഒരാൾക്ക് കാശ് കൊടുത്ത് കട്ടില്ല. അള്ളാഹു ജിബ്രീൽ ഇസ്ലാം ചെന്നു ഒരു പെണ്ണിങ് മക്കത്തിൽ രഹസ്യം എന്തെല്ലാം ഊരുണ്ടോ ഗവൺമെൻറ് വേഗകാരിക്കുണ്ട് അങ്ങനെ എന്തെല്ലാം അതെല്ലാം വിവരം ചൊല്ലു പേര് പെണ്ണിങ് പോയി അങ്ങനെ കൂടുതൽ അരിഷ്ടം ആക്കും. ജീവിതത്തിൽ അള്ളാഹു പിന്നെ വഹിയിൽ കൂടി ആയിരിക്കും. അധികം സ്പീഡ് പഠിച്ചാലൊന്നും അറിയാം. രണ്ട് സുബൈർ ഇങ്ങനെ വിളിച്ചൊത്തിങ്ങനെ കുതിര പോയ പെണ്ണിങ്ങൾ ഒന്നും ചൊല്ലാണ്ട് അതിനൊരു കടലാസുണ്ട്. ഫ്ലോ എവിടെ എന്ത് ആരും അത് ട്രൂ എവിടെ കിട്ടിയില്ല. അത് എത്ര നമുക്ക് മനസ്സിലാവും. ആണ് പോയത് റൗലത്ത് ഹാഫ് അതിൻ്റെ ഗൂഗിൾ അടിച്ച് കേക്ക് കാണണം. പുതിയ നാമകരണം റൗലത്ത് ഹാഫ് ചൊല്ല അടുത്ത പേരുള്ള ജാഗിയിലെ അവിടെ ഒന്നോട് ചികിത്സ അവിടെ എത്തി ഭയങ്കര അവിടെ അത് പിന്നെ 50 കിലോമീറ്റർ കൊടുത്ത് അവിടെ പോകണം നമുക്ക്. ആണിങ്ങനെ പോയത് പോയിട്ട് റൗലത്ത് ഹാഫ് കിട്ടി അഭിഷേകം നാളെ മക്കത്തിൽ പോയ ആവശ്യം ഇങ്ങനെ ഒരു കടലാസുണ്ട് ഇല്ലേ വിശ്വസിച്ചെല്ലാം കലവ് ചെന്ന ശത്രുക്കൾ പോലും അള്ളാഹ് റസൂൽ കലവ് ചെന്നാലും ചെന്നത് ഞാൻ ചൊല്ലുക നീ നേരിച്ചോളണം ഇല്ല ഹദ് പിന്നുള്ള എന്ത് ബന്ധത്തില്ല. അതിൽ ഞങ്ങളുടെ ഉസ്സലാക്കിൻ്റെ ക്രമമുണ്ട്. അങ്ങനെ ആക്കുക ഇല്ല പിന്നെ ഒറ്റയ്ക്ക് ആക്കിയത് അന്വേഷിച്ചില്ല എന്ന് നോക്കണ്ട. ഒരു പെണ്ണിങ് കിട്ടിയ നാണിക്കിടാൻ പോലുണ്ട് ചില വിഷയം മുസ്ലിം ഇങ്ങനെ ആക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആവശ്യമുണ്ട്. അവിടെ ദേവകാരിക്ക് നടത്തുമ്പോൾ അയാൾ പിടിക്കണം. കള്ളാസ് ഒരു മൊഴിയിൽ ചൂണ്ടി വെച്ച് ഉൽക്കത്തെടുത്തത് അഞ്ചര കൊടുത്തു. പിന്നെ അങ്കുല നിർദ്ദേശ അമ്മീൻ്റെ ഓർഡർ പ്രകാരം വായിക്കലോ പിടിക്കലോ അതൊന്നും ഹക്കില്ല. ആ ലെറ്റർ എടുത്ത് നബിയത്ത് കൊടുത്തു. അയ്യവരെ മുട്ടറവിടെ ലെറ്റർ വന്നു നോക്കുമ്പോൾ നബിക്ക് ഭാര്യ പിരിച്ചതാണ് അബ്ദുല്ലാഹിബിനി അബി ബൽതാ. നബിയുടെ എത്ര യുദ്ധമുണ്ടോ ആ യുദ്ധങ്ങളിൽ പോയാൽ വളരെ മനുഷ്യൻ. പിന്നെ അബ്ദുള്ള വിചാരണ എടുത്തു. അബ്ദുല്ലാഹിബിനി അബി ബൽതാ ഇത് സൂറത്തിൽ മുൻതൈനാണ്. 61 സൂറത്ത് അത് തിലാവത്തെ 1-ാമത്തെ ആയത്തിൽ ഈ സംഭവമാണ്. അത് അതേപോലെ ജാഗ്രത വഹിച്ചു ആയത്തിൽ സൂറത്തിൽ മുൻതൈനത്ത് ഈ സംഭവങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ ചെത്തു ഞാൻ നിങ്ങളുടെ കൂടിൽ പിന്നൊരു ഫിർക്കത്ത് ആലോചനാക്കത്തേക്ക് നാം മുനാഫിക്കല്ല, നാം മോമിൻ. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഇല്ല. ഇത്തരത്തെ വിശ്വാസമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കുമുണ്ട് ഇന്ത്യതോറും നാം എന്തോ ആലോചനാക്കാം. പിന്നെ ഈ കട്ലാസ് കട്ടോ കാരൻ്റെ വീട്ടിലേക്ക് നിങ്ങളൊട്ടിലും എല്ലാം പറഞ്ഞ മാജിരിക്ക് ആളുണ്ട്. അവിടെ ശത്രുക്കളിൽ ആളുണ്ട്, ചില കാഫിരികളിൽ ആളുണ്ട്. ഞാൻ ആരായത്താണ് നക്കവരാണ്. പക്ഷെ
നല്ലൊരു ഫാമിലിയോട് വലിയ ജാഗ്രത. എന്നെ പറ്റി ഇങ്ങനെ സംഘർഷം നടക്കുമ്പോൾ ഒരു മറ്റൊരുന്തോ ഒരു മുലാജ് പോലെ അസുരസ്വലമോട് പണ്ട് സഹാബത്ത് കണ്ട് ചിരിച്ച വിഷയം ആവും ചൊല്ലത് അങ്ങ് അറിയിച്ചെങ്കിൽ അക്കത്തെ ലാഭമാണ്. അതിന് വേറെ ഒരു നിലക്കും ദീർഘദൃഷ്ടി ആക്കാണ്ട് ആ സംഭവം നടത്തിയിട്ട് ഉമ്മറത്തല്ല എന്തോ അയാൾ മുനാഫി. അപ്പോൾ ഈ ബദറിന്റെ ഫളായിൽ അങ്ങനെ വലിയ ചരിച്ചല്ലേ ഒരിക്കലും ആരും ആക്കാത്ത വിഷയം. ഇവിടുത്തെ രഹസ്യത്തെ വേറെ മൊത്തത്തുമായിട്ട് ആരുമില്ല. ഇസ്ലാമിക് ഗവൺമെന്റിലും ഇസ്ലാമിക് നിലയിലുള്ള പാടില്ലത്. അപ്പോൾ ജോർ പറഞ്ഞു ഇയാളെ പകൽ നമുക്കൊരു ഇത്തര അഭിപ്രായ വ്യത്യാസം. ഈ സംഭവം അയാൾ നടന്നു ഉറപ്പാണ്. ഇനി അന്ന് തീരുമാനം ഇയാളാക്കി പണി മിസ്റ്റേക്ക് സമല്ല. പക്ഷെ എന്ത് കാര്യം കൽബിന്റെ അനുഭവം ഉണ്ടാവില്ല. ജനറൽ ഇനി ചൊല്ലും അള്ളാഹു ഹബീറും ബിമാക്കാണ് എല്ലാം ഒരു സൂക്ഷ്മ ഉള്ള അള്ളാഹുകൊണ്ട് വഹിക്കുന്നുണ്ട്. വിഷയം കൊണ്ടുണ്ടാകും. ഇയാൾ നമ്മളുടെ പദ്ധതി ഇയാൾ ബദരീങ്ങൾ വിട്ടാൽ അത് ബദരീങ്ങളുടെ പകൽ ചിലപ്പോൾ അത് ഇങ്ങനെ ചിന്തിക്കുമോ മതിയാവും. നമുക്ക് അങ്ങനെ ഒരു ഇതാവും എന്തേ അള്ളാഹു എന്തോ എനിക്കൊരു ഇൽഹാമാക്കിയിരിക്കാം. എനിക്ക് എന്തെങ്കിലും നിങ്ങളെ പണി ചെയ്യണോ ഞാൻ നിങ്ങൾക്ക് മാഫാകാൻ ഒരു നിമിഷം നമുക്കൊരു സന്താനം കൊടുക്കും. ബുഖാരിക്കുള്ള വിഷയം അങ്ങനെ എത്തിക്കാം. നിങ്ങൾ അയാൾക്ക് എല്ലാവരും മാഫ് ചെയ്യണം. നമുക്ക് ആരും മാഫാക്കുന്നില്ല. ഞാൻ തപ്പാക്കി ഇതാക്കിയില്ല. ഞാനാക്കിയത് ഞാനേ മാഫ് കേൾക്കരുത്. പിന്നെ എനിക്ക് വേറെ വഞ്ചനാത്മക എന്തോ ഇല്ല. ഇത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സംഭവം ഇൻഷാ അല്ലാഹ് ചൊല്ലുന്ന ന്യായമായിട്ട് ആ സംഭവത്തെ അയാൾക്ക് ഫുള്ള് മാഫ് ഓർഡർ ലോകത്തെ അറിവ് കൊടുക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നും ബദരീക്കുള്ള സ്ഥാനമാണ്. അയാൾ ബദറായതുകൊണ്ട് അയാൾ റിയായത്ത് ബദർ വഞ്ചന ചെയ്യാത്ത വഞ്ചന ചെയ്യാത്ത ദേവകാര്യം നടത്താത്ത എന്തോ മിസ്റ്റേക്ക് അയാളെ കയ്യിൽ സംഭവിച്ചു. അതങ്ങനെ ഒരിക്കലും ബദർ വകയിൽ ഇലാക്കത്തിൽ ഒഴുകിക്കൊള്ളു. മനുഷ്യാജമായ തപ്പു ആ പറയാൻ ചൊല്ലുന്നു മനസ്സിലാക്കും. ഇനി അയാൾ എന്ത് ഭരണമായിട്ടും അവരുടെ തീരുമാനം വന്നപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കാം. ഫുള്ള് അയാളെ മാഫാക്കും. അരകോത്ത് പിടിക്കണം. അത് പിന്നെ അവർ നന്റെ നിങ്ങളെ ശത്രുമാരെ നിങ്ങളെ ഭാര്യ ക്ലൂസ് ഫ്രണ്ട് പോലെ യഹൂദി നസ്രാനി ബാക്കിയുള്ള നിങ്ങൾ ആക്കണ്ട. അല്ല കാഫിരെ കിട്ടിയ നിങ്ങൾ വാപ്പസ് അങ്ങനെ പേര് എങ്ങനെ ഉദ്ദേശിച്ചത് ഈ ആദർശ വിഷയം ഒരു ഐഡിയോളജി ഉണ്ടല്ലോ. അതിനെ വഞ്ചനാക്കൽ എങ്ങനെ അത് സാധ്യമല്ല. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഒരു 6-7 വരയിൽ ആ വിഷയം അതാണ്. ഇനി ഇങ്ങനത്തെ പണി ആഗ്രഹമോ നല്ല സബീൽ സന്മാർഗ രേഖയിൽ തപ്പിയാണ്. ഇനി ഈ പണി അപ്പം ഇയാളാക്കിയ പണി ഹജ്ജ് കുട്ടികളാണ് നല്ലത്. പിന്നെ മാഫ് എല്ലാ കാരണങ്ങളിൽ അതിൽപ്പെട്ട ഒരാളെ ആക്ഷേപം നമ്മൾ പേരിൽ ആക്ഷേപാക്കുന്നത് നടപടിയിൽ ആക്ഷേപത്തില്ലെന്ന് ഈ ഇമാമത്താവാൻ വലിയ മുഖ്യ കാരണം കണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഈ പള്ളിയല്ല ലോകത്ത് ഒരു പള്ളിക്കല്ല കണ്ടാൽ പോരാട്ടം. അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ സംഭവമാണ്. അസ്മാൻ ബദറിൽ അള്ളാഹുവിൻ്റെ റസൂലിന്റെ റെസ്പെക്ട് കൊടുക്കുന്നു. റെസ്പെക്ട് കൊടുക്കുന്നു, ഗൗരവം കൊടുക്കുന്നു, കിട്ടാൻ കൊടുക്കണം. അങ്ങനെ നല്ല അമ്മളിലെ ഞങ്ങൾ സ്വീകരിക്കും. അന്ന് ഏതെല്ലാം പുസ്തകത്തിൽ അതിലെല്ലാം വേണം. ഒന്നാമത്തെ ആൾ മുഹമ്മദ് എന്നുടെ വകയിൽ നല്ല നല്ല പതിങ്ങൾ കേൾക്കാം. ഇതേ പതിങ്ങൾ മോലിൽ എന്തോ ഓതി അർത്ഥാവാണ് കൊണ്ട് കാട്ടി നല്ലത് ഓതി അർത്ഥാക്കി കൊണ്ട് സൈഡ് അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും കണ്ടെത്താക്കട്ടെ. ആ പതിങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ അള്ളാഹു ഞങ്ങളെയും കണ്ടെത്തട്ടെ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ മുഹമ്മദിൻ